ടോപ്പ് ട്യൂഷൻ്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 റിപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വൈ ഡസ് കേരള ഹാവ് എ ലോ മെറ്റേണൽ ആൻഡ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്? എന്തുകൊണ്ടാണ് കേരളത്തിൽ ലോ മെറ്റേണൽ ആൻഡ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ഉള്ളത്? ഇപ്പോൾ കേരളത്തിൽ ലോ മെറ്റേണൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ് ഉള്ളത്. കാരണം അവിടെയുള്ള വിമൻസിൻ്റെ ഇടയിലുള്ള ഹൈ ലിറ്ററസി റേറ്റ് ആണ്. അതുമാത്രമല്ല, സ്റ്റേറ്റിൽ വന്നിട്ട് എക്സലൻ്റ് ആയിട്ടുള്ള മെറ്റേണലും അതുപോലെ ചൈൽഡ് ഹെൽത്ത് കെയർ സെൻറ്റേഴ്സും ഉണ്ട്. പിന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസും അതുപോലെ ഗുഡ് ന്യൂട്രീഷൻ ഒക്കെയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് മെറ്റേണൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് വന്നിട്ട് അവിടെ ലോ ആയിട്ട് കാണപ്പെടുന്നത്. ഇപ്പോൾ ഇത് ആൻസർ നമുക്കിങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Kerala's success is due to several factors. The high literacy rate among women empowers them to make better health choices. The state has excellent maternal and child healthcare centers. Effective public health programs and access to good nutrition also plays a crucial role. Question: How does society create gender-based discrimination? എങ്ങനെയാണ് സൊസൈറ്റി gender-based discrimination ക്രിയേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ സൊസൈറ്റി വന്നിട്ട് മെന്നിനും വിമണിനും ഡിഫറെൻറ്റ് റോൾസും ക്യാരക്ടറിസ്റ്റിക്സും ആണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഉദാഹരണം പറയണമെങ്കിൽ ബോയ്സ് ഒരിക്കലും കരയാൻ പാടില്ല എന്നാണ്, അതേസമയം ഗേൾസിന് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു സോഷ്യൽ നോംസ് വന്നിട്ട് ഒരു വ്യക്തിയുടെ ജെൻഡറിനെ ബേസ് ചെയ്തിട്ട് അവർക്കുള്ള ചോയ്സസും ഓപ്പർച്യൂണിറ്റീസൊക്കെ ലിമിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഹ്യൂമൻ റൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആണ്, ഒരു ഡിസ്ക്രിമിനേഷൻ ആണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കിങ്ങനെ എഴുതാൻ നോക്കാം. Society often assigns different roles and characteristics to men and women. Sayings like boys shouldn't cry or girls can't do certain jobs are examples. These social norms can limit a person's choices and opportunities based on their gender. This leads to unfair treatment and discrimination, which is against human rights. Question: What is the importance of adolescent education? Adolescent education's importance എന്താണ്? ഇപ്പോൾ അഡോളസൻസ് എന്ന് പറയുന്നത് ഇമോഷണലായിട്ടും അതുപോലെ ഫിസിക്കലായിട്ടും ഒരു വ്യക്തിയിൽ വരുന്ന മേജർ ചേഞ്ചസിന് വരുന്ന സമയമാണ്. അപ്പോൾ പ്രോപ്പർ എഡ്യൂക്കേഷൻ വന്നിട്ട് ടീനേജേഴ്സിനെ ഈ ചേഞ്ചസിനെ കുറിച്ച് മനസ്സിലാക്കാനും അവർക്ക് ഹെൽത്തി ചോയ്സസ് മേക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അതുമാത്രമല്ല, റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചും അതുപോലെ റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ടും ജെൻഡർ ഈക്വാലിറ്റിനെ കുറിച്ചിട്ടൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നോളേജ് വന്നിട്ട് കുട്ടികളിൽ വന്നിട്ട് റെസ്പോൺസിബിളും അതുപോലെ റെസ്പെക്റ്റബിളും ആയിട്ടുള്ള അഡൾട്ട്സായി ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Adolescence is a time of major physical and emotional changes. Proper education helps teenagers understand these changes and make healthy choices. It teaches them about reproductive health, relationships, and gender equality. This knowledge helps them grow into responsible and respectful adults. Question: Why is personal hygiene important during puberty? Puberty സമയത്ത് എന്തുകൊണ്ടാണ് പേഴ്സണൽ ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? ഇപ്പോൾ പുബർട്ടി സമയത്ത് വന്നിട്ട് ബോഡി കൂടുതൽ സ്വെറ്റ്സും ഓയിൽസും പ്രൊഡ്യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് വന്നിട്ട് ബോഡി ഓർഡർ മാക്സിനൊക്കെ കാരണമാകും. അതുമാത്രമല്ല, ഹോർമോണൽ ചേഞ്ചസ് വന്നിട്ട് ജെനിറ്റൽ ഇൻഫെക്ഷൻ്റെ റിസ്ക് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈൽഡ് ആയിട്ടുള്ള സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് റെഗുലറായിട്ട് വാഷ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലീനും അതുപോലെ ഡ്രൈ ആയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് വെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് വന്നിട്ട് ഫംഗൈ ബാക്ടീരിയ പോലുള്ള ഗ്രോത്തിനെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. During puberty, the body starts to produce more sweat and oils, which can lead to body odor and acne. Hormonal changes can also increase the risk of genital infections. Washing regularly, especially the genital area, with mild soap helps prevent infections. Wearing clean, dry undergarments is also essential to reduce the growth of bacteria and fungi. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: Why do only a few sperms reach the oviduct? എന്തുകൊണ്ടാണ് ഓവിഡക്റ്റിൽ വളരെ കുറച്ച് സ്പേംസ് മാത്രമാണ് എത്തുന്നത്? ഇജാക്കുലേഷൻ സമയത്ത് മില്യൺസ് ഓഫ് സ്പേംസ് ആണ് റിലീസ് ആവുന്നത്, പക്ഷെ അതിൽ കുറച്ച് സ്പേംസ് മാത്രമാണ് ഓവിഡക്റ്റിൽ എത്തുന്നത്. ഇപ്പോൾ ഓവിഡക്റ്റിലാണ് എഗ് ഉള്ളത്. വെജീനയിൽ വെച്ചിട്ട് വെജീനയുടെ അസിഡിക് എൻവിറോൺമെൻറ്റ് മൂലം കുറേ സ്പേംസൊക്കെ നശിച്ചു പോകുന്നുണ്ട്. അതുമാത്രമല്ല, ചില സ്പേംസിന് വന്നിട്ട് സെർവിക്സിലൂടെയും യൂട്രസിലൂടെയൊക്കെ സ്വിം ചെയ്യാൻ പറ്റാതെ വരുമ്പോഴും അവയും ലോസ്റ്റായി പോകുന്നുണ്ട്. അതായത് സ്ട്രോങ്ങസ്റ്റും ഫാസ്റ്റസ്റ്റും ആയിട്ടുള്ള സ്വിമ്മേഴ്സ് മാത്രമാണ് ഈ ഓവിഡക്റ്റിൽ റീച്ച് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Millions of sperm are released during ejaculation, but they face a long and difficult journey.
The acidic environment of the vagina kills many of them. Many also get lost or are unable to swim effectively through the cervix and uterus. Only the strongest and fastest swimmers manage to reach the oviduct where the egg is. Question. Explain the early development of the zygote. സൈഗോട്ടിൻ്റെ early development കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ ഫെർട്ടിലൈസേഷന് ശേഷം സിംഗിൾ സെൽ സൈഗോട്ട് വന്നിട്ട് ഡിവൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ ഈ ഒരു സൈഗോട്ട് വന്നിട്ട് 16 to 32 സെൽസ് ഉള്ള സോളിഡ് ബോളായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിന് നമ്മൾ മോറില എന്ന് പറയാം. മോറില പിന്നീട് വന്നിട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് പിന്നീട് യൂട്രസിലോട്ട് ട്രാവൽ ചെയ്തിട്ട് അവിടെയുള്ള വോൾസിൽ ഇംപ്ലാന്റ് ചെയ്യും. ഇവിടെ വെച്ചിട്ടാണ് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. After fertilization, the single cell zygote begins to divide rapidly. It becomes a solid ball of 16 to 32 cells called a morula within 3 to 4 days. The morula then develops a fluid-filled cavity and becomes a blastocyst. The blastocyst travels to the uterus and implants in its wall, marking the beginning of pregnancy. Question. What are the key developments in the first trimester of pregnancy? First trimester of pregnancy വരുന്ന key developments എന്തൊക്കെയാണ്? ഫസ്റ്റ് ട്രിമസ്റ്ററിനെയാണ് റാപ്പിഡ് ഡെവലപ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് വന്നിട്ട് ഫീറ്റസിൻ്റെ മേജർ ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റം ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങും. അതായത് ഹാർട്ടൊക്കെ ബീറ്റ് ചെയ്യാൻ തുടങ്ങും, ലിംസ്, ഫിംഗേഴ്സ്, ടോസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ട്രിമസ്റ്ററിൻ്റെ എൻഡോട് കൂടി ഫീറ്റസിന് വന്നിട്ട് ഒരു ഹ്യൂമൻ ഫോം വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The first trimester is a period of rapid development. The major organ systems of the fetus are formed during this time. The heart begins to beat and limbs, fingers and toes develop. By the end of the first trimester, the fetus has a distinctly human form. Question. Why should pregnant women avoid certain foods and habits? എന്തുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആയ വുമൺ വന്നിട്ട് ചില ഫുഡ്സും ഹാബിറ്റ്സും അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്? ഹൈ ബ്ലഡ് പ്രഷറും അതുപോലെ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോൾട്ട്, ഷുഗർ, അതുപോലെ തന്നെ ഫാറ്റ്സ് ഒക്കെ ഹൈ ആയിട്ടുള്ള ഫുഡ്സ് ലിമിറ്റ് ചെയ്യണം. അത് മാത്രമല്ല ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഡ്രഗ്സ് ഒക്കെ വളരെ ഡേഞ്ചറസ് ആണ് ഈ ഒരു സമയത്ത്. ഈ സബ്സ്റ്റൻസ് ഒക്കെ വന്നിട്ട് പ്ലാസൻറ്റേനും അതുപോലെ തന്നെ ഫീറ്റസിനെയൊക്കെ ഹാം ചെയ്യാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഇത് വന്നിട്ട് ബർത്ത് ഡിഫക്ട്സും അതുപോലെ ലോ ബർത്ത് വെയ്റ്റും മിസ്കാരേജ് ഒക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Foods high in salt, sugar and unhealthy fats should be limited to prevent issues like gestational diabetes and high blood pressure. Alcohol, smoking and drugs are extremely dangerous. These substances can cross the placenta and harm the developing fetus. They can lead to birth defects, low birth weight and even miscarriage. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question. What is the purpose of an ultrasound scan during pregnancy? പ്രഗ്നൻസി സമയത്തുള്ള അൾട്രാസൗണ്ട് സ്കാനിൻ്റെ പർപ്പസ് എന്താണ്? ഇപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ വന്നിട്ട് ഫീറ്റസിൻ്റെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഡോക്ടേഴ്സിന് ബേബിയുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും അതുപോലെ യൂട്രസിൻ്റെ പൊസിഷനൊക്കെ ചെക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുമാത്രമല്ല ഒന്നിൽ കൂടുതൽ എംബ്രിയോസിൻ്റെ പ്രസൻസും അതുപോലെ തന്നെ അബ്നോർമാലിറ്റീസ് ഡിറ്റക്ട് ചെയ്യാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ വന്നിട്ട് പ്ലാസൻറ്റയുടെ പൊസിഷൻ മനസ്സിലാക്കാനും അൾട്രാസൗണ്ട് വഴി ഡോക്ടേഴ്സിന് കഴിയും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കിങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. An ultrasound scan uses high frequency sound waves to create images of the fetus. It helps doctors to check the baby's growth, development and position in the uterus. It can also be used to detect the presence of more than one embryo and check for certain abnormalities. The position of the placenta can also be assessed using an ultrasound. Question. What are the two types of permanent contraception? Two types of permanent contraceptions ഏതൊക്കെയാണ്? ഇപ്പോൾ 2 types of permanent contraception പറയുന്നത് ഒന്ന് വെസക്ടോമി ആണ്, പിന്നെ ഒന്ന് ട്യൂബെക്ടോമി ആണ്. വെസക്ടോമി വന്നിട്ട് മെന്നിനും ട്യൂബെക്ടോമി വന്നിട്ട് വിമണിനുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെസക്ടോമി പറയുന്നത് സർജിക്കൽ പ്രൊസീജിയർ ആണ്. ഇതിനകത്ത് വാസ് ഡെഫേൺസ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് ചെയ്യണത്. ഇതെന്തിനാ ചെയ്യുന്നത് വെച്ചാൽ സ്പേം വന്നിട്ട് റിലീസ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനാണ്. പിന്നെ വരുന്നത് ട്യൂബെക്ടോമിയാണ്, അല്ലെങ്കിൽ ടൈയിങ് ദ ട്യൂബ്സ് എന്നും പറയും. ഇതും ഒരു സർജറിയാണ്. ഇതിൽ വന്നിട്ട് ഫാലോപ്പിയൻ ട്യൂബ്സിനെ ബ്ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് എഗ്ഗിനെ യൂട്രസിലോട്ട് ട്രാവൽ ചെയ്യുന്നതിൽ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കിങ്ങനെ എഴുതാൻ നോക്കാം. The two types are vasectomy for men and tubectomy for women.
Vasectomy is a surgical procedure where the vas deferens are cut or blocked to prevent sperm from being released. Tubectomy or tying the tubes is a surgery where the fallopian tubes are blocked or cut. This prevents the egg from traveling to the uterus and meeting a sperm. Question: What are the common causes of infertility in women? Womenൽ വരുന്ന common infertility causes ഏതൊക്കെയാണ്? ഇപ്പോൾ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി വരുന്ന കോമൺ കോസസ് പറയുന്നത് ഒന്ന് ഓവുലേഷനുള്ള പ്രോബ്ലം ആവാം. അതിന് ഉദാഹരണമാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. പിന്നെ വന്നിട്ട് ഫാലോപ്പിയൻ ട്യൂബിലുള്ള ബ്ലോക്കേജ് ആണ്. അപ്പോൾ ഈ ബ്ലോക്കേജ് വന്നിട്ട് എഗ്ഗിന് സ്പേമിന് മീറ്റ് ചെയ്യുന്നതിൽ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ ഈ ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഇത് വന്നിട്ട് മെൻസ്ട്രൽ സൈക്കിളും ഓവുലേഷനൊക്കെ ഇൻ്റർഫിയർ ചെയ്യും. പിന്നെ വരുന്ന മറ്റ് ഫാക്ടേഴ്സ് പറയുന്നത് ഏജും അതുപോലെ തന്നെ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കിങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Common causes of female infertility include problems with ovulation such as polycystic ovary syndrome or PCOS. Blockages in the fallopian tubes can prevent the egg and sperm from meeting. Hormonal imbalances can also interfere with the menstrual cycle and ovulation. Other factors like age and certain medical condition can also affect fertility. Question: How can in vitro fertilization or IVF help with infertility? എങ്ങനെയാണ് IVF ഇൻഫെർട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പോൾ IVF എന്ന് പറയുന്നത് അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജിയാണ്. ഈ ഒരു പ്രോസസ്സിൽ വന്നിട്ട് വിമൻസിൻ്റെ ഓവറീസിൽ നിന്നുള്ള എഗ്സിനെ കളക്ട് ചെയ്തിട്ട് സ്പേമുമായിട്ട് ലബോറട്ടറിയിൽ വെച്ചിട്ട് ഫെർട്ടിലൈസ് ചെയ്യാൻ വിടും. അപ്പോൾ കിട്ടുന്ന റിസൾട്ടിങ് എംബ്രിയോസിനെ പിന്നെ കുറച്ച് ദിവസം അവർ ഗ്രോ ചെയ്യാൻ അനുവദിക്കും. അതിൽ നിന്നും ഹെൽത്തി ആയിട്ടുള്ള 1-2 എംബ്രോയിസിനെ എടുത്തിട്ട് വിമണിൻ്റെ യൂട്രസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇത് അവിടെ വെച്ച് അത് ഇംപ്ലാന്റ് ചെയ്ത് ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് അതിനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. IVF is a type of assisted reproductive technology. In this process, eggs are collected from the woman's ovaries and fertilized with sperm in a laboratory. The resulting embryos are then grown for a few days. One or more healthy embryos are then transferred into the woman's uterus to hopefully implant and grow. Subscribe to this channel for more videos like this. Question: How are most sexually transmitted infections prevented? എങ്ങനെയാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കുറേ വേസ് ഉണ്ട്. അതിലൊന്ന് വന്നിട്ട് കൺസിസ്റ്റൻറ്റും അതുപോലെ കറക്റ്റ് യൂസ് ഓഫ് കോണ്ടംസ് ആണ്. ഇത് വന്നിട്ട് ട്രാൻസ്മിഷൻ്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നു. പിന്നെ HPV, ഹെപ്പറ്റൈറ്റിസ് ബി പോലത്തെ കുറേ വാക്സിൻസ് അവൈലബിൾ ആണ്. ഇതെല്ലാം എടുക്കാവുന്നതാണ്. പിന്നെ റെഗുലർ ചെക്കപ്സും അതുപോലെ പാർട്ട്നേഴ്സുമായിട്ടുള്ള ഓപ്പൺ കമ്മ്യൂണിക്കേഷനും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The most reliable way to prevent STIs is to abstain from sexual activity or be in a long-term mutually monogamous relationship with a partner who has been tested and is known to be uninfected. Consistent and correct use of latex condoms significantly reduces the risk of transmission. Vaccines are available for some STIs like HPV and hepatitis B. Regular checkups and open communication with partners are also important. Question: How does the evolution of reproduction show a trend towards greater parental care? എങ്ങനെയാണ് എവല്യൂഷൻ ഓഫ് റീപ്രൊഡക്ഷൻ വന്നിട്ട് ഗ്രേറ്റർ പാരന്റൽ കെയർ ഷോ ചെയ്യുന്നത്? ഫിഷ് പോലെയുള്ള എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടത്തുന്ന ഓർഗാനിസം വന്നിട്ട് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അവർ പാരന്റൽ കെയർ ഒന്നും കൊടുക്കുന്നില്ല. റെപ്റ്റൈൽസ്, ബേർഡ്സ് എടുക്കുകയാണെങ്കിൽ അവർ ഇന്റേണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുന്നത്. അവർ മുട്ടയൊക്കെ ഇട്ടതിന് ശേഷം അത് ഹാച്ച് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ യങ് വൺസിനെ അവർ കെയർ ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ മാമൽസ് ആണ് കൂടുതൽ പാരന്റൽ കെയർ കൊടുക്കുന്നത്. അതായത് മദറിൻ്റെ ബോഡിയിലായിരിക്കും ഫീറ്റസ് സേഫായിട്ട് ഡെവലപ്പ് ആവാം. അപ്പോൾ ബർത്തിന് ശേഷം ആ യങ് വണ്ണിനെ മിൽക്കൊക്കെ കൊടുത്തിട്ട് അവർ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. In organisms with external fertilization, like fish, many eggs are produced, but there is little to no parental care. In reptiles and birds with internal fertilization, they lay eggs but often protect them and care for the young after hatching. Mammals show the highest level of care. The fetus develops safely inside the mother's body, and after birth, the young are nourished with milk and protected. Question: What is the role of a school counselor in a student's life? ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ സ്കൂൾ കൗൺസിലറിൻ്റെ റോള് എന്താണ്? ഇപ്പോൾ അഡോളസൻസ് ടൈം എന്ന് പറയുന്നത് വളരെയധികം കൺഫ്യൂഷനും അതുപോലെ കുറേ ക്വസ്റ്റ്യൻസും ആങ്സൈറ്റീസൊക്കെ ഉള്ള ഒരു ടൈമാണ്.
അപ്പോൾ ഒരു സ്കൂൾ കൗൺസിലറിന് വന്നിട്ട് അവരുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സേഫും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സ്പേസ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല അവരുടെ അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ പേഴ്സണൽ പ്രോബ്ലംസ്, ഹെൽത്ത് പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ ഗൈഡൻസ് ഓഫർ ചെയ്യാനും സ്കൂൾ കൗൺസിലേഴ്സിന് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് തന്നെ എഴുതാൻ നോക്കാം. Adolescence can be a confusing time with many questions and anxieties. A school counselor provides a safe and confidential space for students to discuss their problems. They can offer guidance on issues related to academics, personal problems, and health. They can help students develop coping skills and make informed decisions. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.